It has been 2 decades since the city of Palakkad witnessed the birth of Devashrayam, a refuge for the ones in need. In 1996, it began its first project, Annadanam, through which thousands of poor patients have been served with a nutritious noon meal at the district hospital every single day of the year. This was soon followed by 3 other noble projects: free medicine distribution, dialysis support, and rehabilitation of the mentally challenged. എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദേവാശ്രയം എന്നുള്ള കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. പല സ്ഥലങ്ങളും സഞ്ചരിക്കും, പല കാഴ്ചകൾ കാണുകയും ചെയ്യുമ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യണം എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിലുണ്ടാവുമായിരുന്നു. അപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കുറേ 10-12 വർഷത്തോളം ഞാൻ ഫ്രീലാൻസ് ചെയ്തിരുന്നു. ആ സമയത്ത് കണ്ട സ്ഥാപനങ്ങളും കണ്ട മനുഷ്യരും ഒക്കെയാണ് ദേവാശ്രയം എന്നുള്ള ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ എനിക്ക് പ്രേരണയായത്. തിരുവനന്തപുരത്ത് ചെഷയർ ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി റീഹാബിലിറ്റേഷൻ ഹോം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പം ഞാൻ സ്ഥാപനത്തിൽ കയറുമ്പം കാണുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്ക് 1000-ഓളം ഉച്ചഭക്ഷണത്തിനുള്ള പൊതികൾ അവരിങ്ങനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നതാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് നമ്മുടെ നാടിനെ ഓർമ്മ വരികയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ സ്ഥിതി എന്താണെന്ന് പെട്ടെന്ന് ഓർക്കുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെ കിട്ടിയപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ആദ്യമായിട്ട് ഈ പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പാവപ്പെട്ട 100 പേഷ്യൻസിനുള്ള ഉച്ചഭക്ഷണം ആഴ്ചയിലൊരിക്കൽ കൊടുത്തുകൊണ്ട് തുടങ്ങി. പിന്നീട് ഞങ്ങളതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങി. Every day, food is prepared using hygienic and modern steam cooking facilities for nearly 300 poor patients of the Palakkad District Hospital. This project receives a lot of support from the public of Palakkad, as well as from well-wishers residing in different parts of the country and outside. Many people donate in kind, giving raw materials, rice and vegetables. The members and staff of Devashrayam serve the meals themselves. From the year 1997, Devashrayam gives assistance to poor patients through Arogya Nidhi. 97 നമ്മൾ മെഡിസിൻ ബാങ്ക് തുടങ്ങിയിരുന്നു. അത് ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള പാവപ്പെട്ട പേഷ്യൻസിന് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ദേവാശ്രയത്തിൽ നിന്ന് എനിക്ക് 515 ഉൾപ്പെടെ മരുന്ന് തരുന്നുണ്ട്. അത് വലിയ സഹായമാണ്. പിന്നെ അരി അതുപോലെ തരുന്നുണ്ട്. അതുകൊണ്ട് മക്കളുടെ സൂക്കേടും ഭേദമുണ്ട്. ഇപ്പം അവർ മരുന്ന് തരുന്ന കാരണം ഭേദമുണ്ട്. അതുകൊണ്ടാണ് ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുന്നത്. Every month, around 70 patients receive their monthly medication through authorized medical shops. This is a lifesaver for them and allows them to cope with their illness and resume a normal life. അച്ഛനെ ഓപ്ഷൻ കഴിഞ്ഞിട്ട് 2 വർഷമായി. അവിടെ നിന്ന് മാസം തോറും മരുന്നും അരിയും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ദേവാശ്രയത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് ദേവാശ്രയത്തോട്. മൂന്നാമത്തെ നമ്മുടെ പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ ഈ മരുതറോഡ് പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം മന്ദിരത്തിലുള്ള ബുദ്ധിമാന്ദ്യമുള്ളവർക്കുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അത് തുടങ്ങിയതിൻ്റെ കാരണം മലയാളിയായിട്ടുള്ള പറവൂർ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ മുരളിയാണ്. ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് എന്നുള്ള സ്ഥാപനത്തിൽ ഒരു ഫീച്ചർ ചെയ്യാനായി പോയപ്പം അവിടുത്തെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് അവിടുത്തെ. അപ്പം അങ്ങനെ ഡോക്ടർ അതിൻ്റെ ഹെഡായിരുന്നു. ഡോക്ടറെ കണ്ടപ്പം അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്, പാലക്കാട് ഇങ്ങനെ ഒരു വൊക്കേഷണൽ റീഹാബ് സെൻറ്റർ ഇല്ല, അപ്പം നിങ്ങൾ പോയിട്ട് ഇതൊന്ന് തുടങ്ങുകയാണെങ്കിൽ നന്നായിരുന്നു ഒരു സജഷൻ ഡോക്ടർ ഭാഗത്തുനിന്ന് വന്നത്. അങ്ങനെയാണ് ഈ സെൻറ്റർ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഡ്വൈസർ, ടെക്നിക്കൽ അഡ്വൈസർ എല്ലാം ഡോക്ടർ മുരളിയാണ് തരുന്നത്. നേരം വെളുക്കുമ്പോൾ വഞ്ചിയിൽ ഞങ്ങളെ നേരിൻ്റെ തീരത്തേക്കാരോ നയിക്കുന്നു. ഇരുളുന്നതിൻ മുമ്പ് Ashrayam started in October 1998
as a first of its kind project in Palakkad. The objective was rehabilitation of mentally challenged persons and to provide them with a stimulating and healthy environment so that they can enjoy a normal day like other school-going children. ഞാൻ 2007 മുതൽ ദേവാശ്രയത്തിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ തരുന്ന ആ ചിരി തന്നെയാണ് ഞങ്ങളിവിടെ പിടിച്ചു നിർത്തുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ തനിയെ ബാത്റൂമിൽ പോകാനോ കഴിയാത്ത കുട്ടികളാണ്. അവർക്ക് അമ്മയുടെ അടുത്ത് കൊടുക്കുന്ന സ്നേഹം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഒരു വാക്ക് ഞങ്ങൾക്കിപ്പോൾ വെള്ളം വേണം, ഭക്ഷണം വേണം, അത് പറയാൻ അറിയാത്തവരാണ് ഇവിടെ. ഇപ്പോൾ ആ കുട്ടികളെ അമ്മയെ തന്നെ തിരിച്ചറിയുന്നത് അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ. അതിൽ റിലേഷൻഷിപ്പോ ജെൻഡറോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഭക്ഷണം വാരി കൊടുക്കുമ്പോഴോ അവർക്ക് വെള്ളം കൊടുക്കുമ്പോഴോ അവരെ ബാത്റൂമിലാക്കുമ്പോൾ അപ്പോൾ അവർ തരുന്ന ആ ഒരു ചിരി, അമ്മയുടെ അടുത്ത് കാണിക്കുന്ന അതേ സ്നേഹം, അത് നമ്മൾക്ക് കിട്ടുമ്പോൾ അതിൽ പരം വേറെ ഒന്നും പകരം വയ്ക്കാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുട്ടികളോടും ഇത്ര അടുപ്പമായിട്ട് നിൽക്കുന്നതും. Around 70 students attend the rehabilitation program. They have daily lessons, art and craft, music and dance classes, as well as vocational training in liquid soap making, phenol production, candle making, khadi thread spinning, and mushroom production. Many mothers are employed in the bag making unit of Devashrayam, and students are employed in private and government enterprises. Students earn a stipend through their participation in the vocational training program. 5 കൊല്ലം ദേവാശ്രയത്തിലായിരുന്നു, 2 കൊല്ലം BPL വർക്ക് ചെയ്യുന്നു. അവിടെ വരുന്ന മോൾഡിംഗ് ഒക്കെ കയറ്റി വയ്ക്കുക, ജോബ് ഓർഡർ, പഞ്ചാബി ഒക്കെ അവിടെ പഞ്ചിങ് അടിക്കും. ശമ്പളം 7,000 രൂപയാണ് ശമ്പളം. ദേവാശ്രയത്തിൻ്റെ 4ാമത്തെ പ്രൊജക്റ്റാണ് ഡയാലിസിസ് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് ഡയാലിസിസ് യൂണിറ്റ് ഇല്ല. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയത് കാരണം ഞങ്ങൾ ചെയ്യുന്നത് ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനത്തിൻ്റെ സബ്സിഡൈസ്ഡ് ഡയാലിസിസ് യൂണിറ്റിലേക്കുള്ള പേഷ്യൻസിനെ ഞങ്ങൾ സ്പോൺസർ ചെയ്യണം. അപ്പോൾ അവർക്കുള്ള ഡയാലിസിസ് അവരുടെ ആവശ്യം അനുസരിച്ച് ഞങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് 4ാമത്തെ പ്രൊജക്റ്റ് 2008 തുടങ്ങിയത്.
Bai has devoted her life to the betterment of tribals of Madhya Pradesh. Through her presence, we received countless blessings and the energy to go on with our social endeavors. In 2007, the then Chief Minister V.S. Achyutanandan inaugurated Devashram's own building at Maruda Road. Devashram has a 15-member board that oversees all its projects. It is ably supported by 20 staff members such as teachers, administrators, and kitchen staff. There is no government support or foreign funding, yet Devashram is able to reach out to thousands of helpless and needy persons. We salute the large-heartedness of all our donors. In addition, Devashram earns a sizable amount through the sale of its products manufactured at the center. ജീവിതത്തിൽ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എന്താണ് നേടിയെന്ന് നമ്മളെപ്പോഴും ചില സമയത്തെങ്കിലും ചിന്തിക്കും, എല്ലാ മനുഷ്യനും അല്ലേ. ആ സമയത്ത് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് ദേവാശ്രയമാണ്. എനിക്ക് തോന്നുന്നു എന്തോ നമ്മൾ ഈ ലോകത്തു നിന്ന് പോകുമ്പം എന്താണ് ഈ ലോകത്തിന് കൊടുത്തിട്ട് പോയെന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജീവിതം അവസാനിക്കുമ്പം അവസാനത്തെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് പീരീഡ് ഉണ്ടല്ലോ നമ്മളുടെ, ആ സമയത്ത് എൻ്റെ മനസ്സിൽ ദേവാശ്രയമായിരിക്കും എന്നൊരു വലിയൊരു ലൈറ്റ് ഹൗസായിട്ട് നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇരുളുന്നതിൻ മുമ്പ് തീരത്തണയുമ്പോൾ. As we move forward, we wish that we will be joined by all those who have not yet opened their hearts, who feel kindness but have not yet expressed it, who want to reach out and help but have not made the move. Come, Devashram welcomes you to the path of giving and sharing.